نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട 3ാം ക്ലാസ്സിലെ ചക്കര മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചക്കര മക്കൾ എന്നൊന്ന് വിളിക്കേണ്ട സാറേ, ഞങ്ങളായിട്ടാവില്ല ചക്കരയൊന്നല്ല, അങ്ങനെയാണോ? അല്ല. യെസ് ഗൈസ്, നമ്മൾ നേരെ നോക്കാൻ പോകുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, സമയമില്ല കൂടുതൽ കാര്യങ്ങൾ പറയാം. നേരെ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ ചോദ്യ പേപ്പറാണ്, ആനുവൽ പരീക്ഷന്റെ. ആ ചോദ്യ പേപ്പർ അങ്ങോട്ട് തരാം, എന്നാ പിന്നെ നോക്കിയില്ല പോരെ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നില്ല കുറേ ആൾക്കാർ. എന്താ ചെയ്യും, ഒന്നും പറയാനില്ല. അപ്പൊ 3ാം ക്ലാസ്സിന് ഇംഗ്ലീഷിന്റെ ചോദ്യ പേപ്പർ നമ്മൾ നോക്കാൻ പോവാണ്. നിങ്ങൾ നേരെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ ആലോചിക്കണം, ആ സാറൊന്ന് പറഞ്ഞല്ലോ. ഇത് മാത്രമല്ല ഇമ്പോർട്ടന്റ് പാർട്സും ഉണ്ട്, അതും കാണണം. ചോദ്യ പേപ്പർ മാത്രം കണ്ടാൽ പോലെ ഇമ്പോർട്ടന്റ് പാർട്സും കാണണം. ഓക്കെ, അപ്പൊ താഴത്തൂടെ ഇതിന്റെ PDF ഒക്കെ എങ്ങനെ കിട്ടും എന്നുള്ള അവിടെ കൊടുത്തിട്ടുണ്ട്. PDF കിട്ടും, ഇതിന്റെ PDFകളൊക്കെ കിട്ടും, ഈ സെയിം PDF കിട്ടും. അപ്പൊ നല്ലോണം പഠിക്കാൻ അതൊക്കെ എങ്ങനെ കിട്ടും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് താഴത്തൂടെ നമ്പർ പാസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് എന്താ വേണ്ടത് വെച്ചാൽ രീതിയിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. അപ്പൊ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. നേരെ നമ്മൾ പോകുന്നു ചോദ്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. സെറ്റാണോ? റെഡിയാണോ ഗൈസ്? യെസ് ഗൈസ്. ഒന്നാമത്തെ ചോദ്യം, നമുക്കൊരു പാസേജ് കോൺവെർസേഷൻ തരും, അതായത് ഒരു ഗണ്ണിക വായിച്ചിട്ട് ഉത്തരം എഴുതാൻ. അങ്ങനെയാണ് ഒന്നാമത്തെ ചോദ്യം വരിക. ഒന്നാമത്തെ ചോദ്യം ഒരു ചെറിയ പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അതാണ് പരിപാടി. നമുക്ക് നോക്കാം. റീഡ് ദ പാസേജ് ഫ്രം യൂണിറ്റ് 4 ആൻഡ് ആൻസർ. Dorothy lived in a small wooden house in the middle of a meadow. The wind never stopped blowing there. When a storm came, the family took shelter in the cellar. അല്ലേ? അപ്പോൾ ആ ഒരു ചെറിയൊരു പാരഗ്രാഫ്. എന്നിട്ട് നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ്, where did the Dorothy live? ഡൊറോണി എവിടെയാണ് ലൈവ് ചെയ്തത്? അല്ലേ? അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാം, Dorothy lived in a small wooden house in the middle of a meadow. അതാണ് എവിടുന്ന് കിട്ടി? ഇവിടുന്ന് കിട്ടി, ഇല്ലേ? അടുത്തത്, where did they hide during the storm? അല്ലേ? കൊടുങ്കാറ്റ് വന്നപ്പോൾ അവർ എവിടെയാണ് ഒളിച്ചത്? they took shelter in the cellar. അല്ലേ? the family took shelter in the cellar. ഇങ്ങനെ വന്ന ഉത്തരം എഴുതാൻ വളരെ സിമ്പിളാണ്. പാസേജ് നോക്കിയിട്ട് ഉത്തരം എഴുതാൻ വളരെ സിമ്പിളാണ്. അർത്ഥമൊക്കെ ടീച്ചർ പറഞ്ഞു തരികയായിരിക്കും ചിലപ്പോൾ, നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാവില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, കാരണം നിങ്ങൾ പഠിച്ചാലേ. അടുത്തത് നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പേ. നോക്കിക്കോ. ബിറ്റ്വീൻ ദ ഫാമർ ആൻഡ് ദ കിങ് ഫ്രം, അല്ലെ, യൂണിറ്റ് 5-ലുള്ളതാണ്. ഫാമർ പറയാണ്, ഓ കിങ്, ഐ ലോസ്റ്റ് മൈ ഗോൾഡ് കോയിൻ. ഓ കിങ്, എന്റെ കിങ്ങേ, ഐ ലോസ്റ്റ് മൈ ഗോൾഡ് കോയിൻ. എന്റെ രാജാവേ, എന്റെ ഗോൾഡ് കോയിൻ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. വേർ ഡിഡ് യു ഹൈഡ് ഇറ്റ്? അത് നീ എവിടെയാണ് ഒളിച്ചു വെച്ചത്? വേർ ഡിഡ് യു ഹൈഡ് ഇറ്റ്? അത് നീ എവിടെയാ ഒളിച്ചു വെച്ചത്? അപ്പൊ ഫാമർ പറയാ, I kept inside a loose brick in the palace wall. I kept it inside a loose brick in the palace wall. അല്ലേ? പാലസ് വാളിലുള്ള ഒരു ലൂസ് ബ്രിക്കിലാണ് എന്ത് ചെയ്തത്? ഞാൻ സൂക്ഷിച്ചു വെച്ചത്, അല്ലേ? അല്ലെങ്കിൽ അവിടെയാണ് വെച്ചത്. Don't worry, my man found it. Is this your coin? എൻ്റെ മാൻ, എൻ്റെ ഒരു അടി അല്ല എന്താ പറയാ, അച്ചങ്ങായില്ല, ഇങ്ങനെ നിൽക്കുന്ന ആൾക്ക് എന്താ പറയാ, അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണോ കോയിൻ എന്ന് ചോദിക്കുകയാണ് ഫാമർ. യെസ്, ഇറ്റ് ഈസ് മൈൻ. താങ്ക് യു കിങ്, അല്ലേ? താങ്ക് യു കിങ്. ഓക്കെ, റെഡി എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ ഒരു സംഭവവും ഇങ്ങനെയുള്ള കോൺവെർസേഷൻ വരും. കോൺവെർസേഷൻ വന്നാൽ കിങ്ങും ഫാമറും തമ്മിലുള്ള കോൺവെർസേഷൻ എവിടെ കൊടുത്തത്, ഇതേപോലുള്ള കോൺവെർസേഷൻ എന്തായാലും വരും. കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാൽ അത് എഴുതാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഒന്ന് നോക്കി വെച്ചോ. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഐഡന്റിഫൈ ദ ക്യാരക്ടർ. കുറച്ച് സാധനങ്ങൾ തന്നിട്ട് ക്യാരക്ടർ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. നോക്ക്, എ ലിറ്റിൽ ഗേൾ ഹു റീച്ച്ഡ് ദ ലാൻഡ് ഓഫ് ഹൗസ്. അതായതാണ് ദൊറോത്തിയാണ്, അല്ലേ? അടുത്തത്, എ സ്മോൾ ഡോഗ് ഹു ഹൈഡ് അണ്ടർ എ കോട്ട്. അതാരാണ്? ടോട്ടു ആണ്, അല്ലേ? അടുത്തത്, എ മാൻ ഹു വർക്ക്ഡ് ഹാർഡ് ടു ഏൺ എ ഗോൾഡ് കോയിൻ. അതാരാണ്? ദ ഫാമർ ആണ്, അല്ലേ? അതേപോലെ തന്നെ ദ പേഴ്സൺ ഹു ഗേവ് റിവാർഡ്സ് ഫോർ ഹോണസ്റ്റി. അതാരാണ്? ദ കിങ് ആണ്, അല്ലേ? ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഏതാണ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇത് ആരാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? എഴുതാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. സെറ്റാണോ? റെഡിയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈമിംഗ് വേർഡ്സ് ആണ്. ബ്രീസ്, ട്രീസ്, സ്കൈ, ഹൈ, റെയിൻ, പ്ലെയിൻ, പ്ലേ, ഡേ, ലൈറ്റ്, ബ്രൈറ്റ്, അല്ലേ? ഇത് ബ്ലൂംസ് ആൻഡ് ബ്രെയിംസിലുള്ള റൈമിംഗ് വേർഡ്സ് ആണ്. അതായത് ശബ്ദ സാമ്യമുള്ള വേർഡുകൾക്കാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക.
അപ്പം മറ്റൊരു കവിത തന്നിട്ട് അല്ലെങ്കിൽ ചെറിയൊരു പോം തന്നിട്ട് നിങ്ങളോട് അതിലുള്ള റൈമിംഗ് വേർഡ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങളത് എഴുതണം. കുറച്ച് ചൂടുവെള്ളം എടുത്ത് വരാമോ? താങ്ക് യു. ഇവരോട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വരാൻ വേണ്ടി പറയാണ്. ആദമാണ്. നിങ്ങൾ ആദമിനെ അറിയോ? ആദമിനെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആദമേ പോയിട്ട് പോവാം, തോടെ കഴിഞ്ഞ് പോവാം. റെഡി. നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ചൂടുവെള്ളം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ്. ഇവിടെ യൂസ് ദ കറക്റ്റ് വേർഡ്സ്. ഓണസ്റ്റ് കൊടുത്തിട്ടുണ്ട്, സൈക്ലോൺ കൊടുത്തിട്ടുണ്ട്, സെല്ലാർ കൊടുത്തിട്ടുണ്ട്, പാലസ് കൊടുത്തിട്ടുണ്ട്, ഗോൾഡ് കൊടുത്തിട്ടുണ്ട്. ദ ഡാഷ് ലിഫ്റ്റഡ് ദൊറോത്തീസ് ഹൗസ് ഇൻ ടു ദ എയർ. ദ സൈക്ലോൺ അല്ലേ, അതാണ് ഇവിടെ വരിക. ദ ഫാമർ വാസ് വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹോണസ്റ്റ് എന്നാണ് ഇവിടെ വരിക അല്ലെ. ദ ഫാമർ ഹിഡൻ എ ഗോൾഡ് കോയിൻ. ദ ഹ്യൂജ് വാൾ വാസ് അറൌണ്ട് ദ പാലസ് എന്നാണ് ഇവിടെ വരിക. നെക്സ്റ്റോ ഡൊറോത്തീസ് അങ്കിൾ റാൻ ടു ദ സെല്ലാർ അല്ലെ. ഈ സാധനം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. സിമ്പിൾ ആണ് ഡോ അല്ലേ? പിന്നെ പരീക്ഷക്ക് പാഠത്തിലുള്ള പോലെ ചോദിക്കൊന്നുമില്ല, അത് വിചാരിച്ച ആരും പേടിക്കണ്ട കേട്ടോ. പാഠത്തിലുള്ള പോലെ ചോദ്യം വരും, അങ്ങനെ ചോദിക്കൂല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഅറേഞ്ച് ദ ജംബിൾഡ് വേർഡ്. ഈസ് ഡൊറോത്തി ഗേൾ എ ലിറ്റിൽ? എങ്ങനെ എഴുതും? ഡൊറോത്തി ഈസ് എ ലിറ്റിൽ ഗേൾ. ഡൊറോത്തി ഈസ് എ ലിറ്റിൽ ഗേൾ. അടുത്ത നോക്ക്. ബ്രിക്ക് കെപ്റ്റ് ഹി ദ ബിഹൈൻഡ് കോയിൻ ദ. ഇതെങ്ങനെ മാറ്റി എഴുതും? ഹി കെപ്റ്റ് ദ കോയിൻ ബിഹൈൻഡ് ദ ബ്രിക്ക്. അങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം ഇല്ലേ? അങ്ങനെയാണ്. അടുത്തതിലേക്ക് നമ്മൾ നോക്കുന്ന ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. സ്മോളിൻ്റെ നോക്ക്. സ്മോള് ബിഗ് അല്ലെങ്കിൽ ഹ്യൂജ് അല്ലേ. ഹോണസ്റ്റിൻ്റെത് ഡിസ്ഹോണസ്റ്റ്. ഹാപ്പിൻ്റെത് സാഡ്. ഇൻസൈഡിൻ്റെത് ഔട്ട്സൈഡ്. നിയറിൻ്റെത് ഫാർ. ഓപ്പോസിറ്റ് വേർഡ്സ് ഇങ്ങനെയോ എഴുതാം, ഇങ്ങനെയോ എഴുതാം, ഇങ്ങനെ എഴുതിക്കൊടു. ഓപ്പോസിറ്റ് വേർഡ്സ് അല്ലേ, അത് പഠിക്കണം. അടുത്തത് സ്ലോഗൻസ് ആണ്. പ്രിപ്പയർ എ 2 slogans about honesty from your classroom. നോക്കാം നമുക്ക്. ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. നമുക്ക് സ്ലോഗൻ തയ്യാറാക്കാണല്ലേ. ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. പിന്നെയോ ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത്. എപ്പോഴും സത്യം മാത്രം പറയുക. ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. സത്യസന്ധതയാണ് ഏറ്റവും നല്ല നയം എന്നാണ് അല്ലേ. ഇനി അടുത്തത് മാച്ചിങ് സൗണ്ട്സ് ആണ്. നമുക്ക് എന്തായാലും ചോദിക്കണ്ടാവും. വിൻഡിന്റെ സൗണ്ട് നോക്ക്. റെയിൻ്റെ ബിറ്റർ ബെറ്റർ. ബേർഡ്സിന്റെ ചെപ്പ് ചെപ്പ്. ഡ്രൈ ലീവ്സിന്റെ റസ്റ്റൽ. ഡോറിന്റെ ക്രീക്ക്. ഈ സൗണ്ടുകൾ എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ. ഇതേപോലെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റണം. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. ഇമ്പോർട്ടൻ്റ് പാർട്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അത് കാണാണ്ട് പോകരുത്. പിന്നെ ഈ PDF-കളൊക്കെ കിട്ടാൻ വേണ്ടി താഴത്തൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിലുള്ള പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ലവ് യു ഗൈസ്. ബൈ.